നമസ്കാരം. തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയൊരു കൊടുങ്കാറ്റ് വരുന്നുണ്ടോ? വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടൻ വിജയ് തമിഴക വെട്രി കഴകം എന്ന പാർട്ടി രൂപീകരിച്ച് കളത്തിലിറങ്ങിയിരിക്കുകയാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടക്കുന്ന ചില പ്രധാന സംഭവ വികാസങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളിലൊന്നാണ് മധുരയിൽ നടക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന കൂറ്റൻ സമ്മേളനം. തന്റെ രാഷ്ട്രീയ ശക്തി തെളിയിക്കാനും പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് കാണിക്കാനുമുള്ള ഒരു അവസരമാണിത്. ആദ്യം ഓഗസ്റ്റ് 25-ന് നിശ്ചയിച്ചിരുന്ന സമ്മേളനം പോലീസിന്റെ എതിർപ്പിനെ തുടർന്ന് ഇപ്പോൾ ഓഗസ്റ്റ് 21-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മധുര പോലീസ് അനുമതി നിഷേധിച്ചത്. പോലീസ് മുന്നോട്ട് വെച്ച ഓഗസ്റ്റ് 18 മുതൽ 22 വരെയുള്ള തീയതികളിൽ ഒന്ന് തിരഞ്ഞെടുക്കാൻ TVK നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് വിജയുമായി കൂടിയാലോചിച്ച ശേഷമാണ് ഓഗസ്റ്റ് 21 എന്ന തീയതിയിൽ സമ്മേളനം നടത്താനായി തീരുമാനിച്ചത്. മധുരയിലെ പാരപ്പട്ടി ഗ്രാമം തന്നെയായിരിക്കും സമ്മേളന വേദി. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മധുരയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ഈ നഗരം വേദിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിജയുടെ ഈ നീക്കം വളരെ തന്ത്രപരമാണ്. പുതിയ രാഷ്ട്രീയ സഖ്യങ്ങൾ രൂപം കൊള്ളുന്നതൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. വിജയുടെ ഈ ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവ് തമിഴ്നാട്ടിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലും വലിയ ചലനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നിലവിൽ 2 പ്രധാന പാർട്ടികളാണ് TVKയുമായി കൈകോർക്കാനായി സാധ്യതയുണ്ടെന്ന് കരുതുന്നത്. ഒന്നാമത്തേത് ഒ പനീർശെൽവത്തിന്റെ ആണ്. അടുത്തിടെ NDA വിട്ട മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം വിജയുടെ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് സൂചന. രാഷ്ട്രീയപരമായ അതിജീവനത്തിന് പുതിയ സഖ്യങ്ങൾ അത്യാവശ്യമാണെന്ന് പനീർശെൽവം കരുതുന്നുണ്ടാകാം. ഇരുവരും തമ്മിൽ രഹസ്യ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് യാഥാർത്ഥ്യമായാൽ AIDMKയുടെ വോട്ടുകളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാനായി ഈ സഖ്യത്തിന് കഴിഞ്ഞേക്കും. പിന്നെ DMDK, അതായത് നടൻ വിജയകാന്തിന്റെ പാർട്ടിയായ DMDKയ്ക്കും വിജയുമായി സഖ്യമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AIDMKയുമായി സഖ്യത്തിലായിരുന്ന DMDK കനത്ത പരാജയം നേരിടേണ്ടി വന്നിരുന്നു. നിലവിൽ ഒരു സഖ്യത്തിലും ഇല്ലാത്ത DMDK വിജയുടെ രാഷ്ട്രീയ മുന്നേറ്റം വിലയിരുത്തിയ ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഓഗസ്റ്റ് 25-ന് വിജയകാന്തിന്റെ ജന്മദിനമാണ്. ഈ ഒരു ദിവസം തന്നെയായിരുന്നു വിജയ് ആദ്യം സമ്മേളനത്തിന് തീയതി നിശ്ചയിച്ചിരുന്നത് എന്നും ശ്രദ്ധേയമായിട്ടൊരു കാര്യമാണ്. ഈ പാർട്ടികൾക്കൊപ്പം കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നതിനെ കുറിച്ചും TVK ആലോചിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഈ സഖ്യങ്ങൾ യാഥാർത്ഥ്യമായാൽ അത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിയെഴുതും. MGRന്റെ പാത പിന്തുടരുന്ന വിജയ് തമിഴ്നാട് രാഷ്ട്രീയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് വിജയുടെ നീക്കങ്ങളിലൊക്കെ മുൻ മുഖ്യമന്ത്രിയായ MGRനെ ഓർമ്മിപ്പിക്കുന്ന പല കാര്യങ്ങളും കാണാനായി സാധിക്കും. 1977 ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ച് വിജയിച്ച് മുഖ്യമന്ത്രിയായ ചരിത്രമാണ് MGRനുള്ളത്. അതേപോലെ വിജയെയും തമിഴ് ജനത സ്വീകരിക്കുമെന്ന് TVK കരുതുന്നു. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മധുരയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് വിജയ് മത്സരിക്കുമെന്നും ശക്തമായ പ്രചാരണമുണ്ട്. MGR ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരുന്ന താരമൂല്യം രാഷ്ട്രീയത്തിൽ വിജയകരമായി ഉപയോഗിച്ചതുപോലെ വിജയും തന്റെ ജനപ്രിയതയെ രാഷ്ട്രീയ വിജയമാക്കി മാറ്റാനായി ശ്രമിക്കുകയാണ്. ചെന്നൈയിൽ TVK വാർ റൂം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുമുണ്ട്. അണികളെയും വോട്ടർമാരെയും ആകർഷിക്കാനായി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും പാർട്ടിയെ ജനകീയമാക്കാനും ഇത് സഹായിക്കും. തമിഴ് രാഷ്ട്രീയത്തിലെ പുതിയ ശക്തിയായി മാറാൻ വിജയ് നടത്തുന്ന ശ്രമങ്ങൾ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.